വയലാർ രക്തസാക്ഷി മണ്ഡപത്തിന് നേരെ ആക്രമണം. സ്മാരകത്തിന്റെ മതിലുകൾ തകർത്തു. സംഭവത്തിന് പിന്നിൽ RSS എന്ന CPIM മന്ത്രി ചന്ദ്രശേഖരൻ സംഭവസ്ഥലം സന്ദർശിച്ചു. രക്തസാക്ഷി സ്തൂപത്തിലും അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മുടെ രക്തസാക്ഷി സ്മാരകത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്ത് ഇരുട്ടിൻ്റെ മറവിൽ കടന്നാക്രമണം നടത്താൻ നടത്തിയ ഒരു ശ്രമമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. എന്തായാലും ഇരുട്ടിൻ്റെ മറവിൽ ഇത്തരം നിലപാട് സ്വീകരിച്ച സാമൂഹ്യ ദ്രോഹികളെ കണ്ടെത്താനും അവരെ ശക്തമായ രീതിയിൽ നേരിടുന്നതിനും ആവശ്യമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതിനാവശ്യമായ എല്ലാവിധത്തിലുള്ള നിലപാടുകളും നടപടികളുമായി മുന്നോട്ട് പോകുമെന്നതാണ് പറയാനുള്ളത്. വളരെ ജാഗ്രതയോടുകൂടി നമ്മുടെ പ്രവർത്തകർ നിൽക്കേണ്ട സന്ദർഭമാണിത്. ഏതെങ്കിലും തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിരിക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇരുട്ടിൻ്റെ മറവിൽ നടന്നൊരു സംഭവം എന്ന നിലയിൽ അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലൂടെ യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി ഷാജഹാൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഷാജി, പോലീസ് പ്രതികളെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ നൽകിയിട്ടുണ്ടോ? അന്വേഷണം എവിടം വരെയായി? മന്ത്രി എത്തി പറഞ്ഞതെന്ത്? മറ്റു വിശദാംശങ്ങൾ? ജിംഷാദ്, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് വയലാർ രക്തസാക്ഷി മണ്ഡപത്തിന്റെ പ്രധാന ഗേറ്റിന്റെ ഗ്രില്ലുകളും അതോടൊപ്പം തന്നെ മതിലിനും കാര്യമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ച രീതിയിൽ കാണപ്പെട്ടത്. ഇതിനുശേഷം പാർട്ടി പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും മറ്റും ഇടപെട്ടു. സംഭവം പോലീസിന് പരാതി നൽകുകയും ചെയ്തു. RSS ആണ് സംഭവത്തിന് പിന്നിലെന്നാണ് CPM ആരോപിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിരലടയാള വിദഗ്ധരും മറ്റും സംഭവ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. പ്രതികളെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ തന്നെ ഈ പ്രദേശത്ത് RSSന്റെ ഭാഗത്തു നിന്നും വ്യാപകമായിട്ട് CPM നേരെ അക്രമങ്ങൾ ഉണ്ടാകുന്ന പ്രദേശങ്ങൾ കൂടിയാണ്. കുറച്ച് നാളായി ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നിരന്തരം ഈ പ്രദേശത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിന് പിന്നിലും RSS ആണ് എന്ന നിഗമനത്തിലാണ് CPM. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരാതിയാണ് പോലീസിന് നൽകിയിരിക്കുന്നത്. പോലീസ് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരുന്നു. ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും അതായത് CPMന്റെയും CPIയുടെയും നേതൃത്വത്തിൽ സംയുക്തമായിട്ട് പ്രതിഷേധ പ്രകടനവും അതോടൊപ്പം തന്നെ പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചിട്ടുണ്ട്. നിരവധി പ്രവർത്തകരാണ് രക്തസാക്ഷി മണ്ഡപത്തിന് നേരെയുള്ള ഈ ആക്രമണം അറിഞ്ഞ മുതൽ തന്നെ വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവമായി തന്നെയാണ് പാർട്ടി ഇതിനെ കാണുന്നത്. കാര്യം പുന്നപ്ര വയലാർ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ ഇത്തരത്തിലൊരു ആക്രമണം നടന്നത് വളരെ ഗൗരവത്തോടു കൂടിയാണ് പാർട്ടി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ പ്രകടനവും യോഗവും ഒക്കെ തന്നെ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ എല്ലാവരും തന്നെ സംഭവ സ്ഥലത്തേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി ഷാജിയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന പോലീസ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന റോഡ് സുരക്ഷാ പദ്ധതി ആയ ശുഭയാത്രയുടെ ഭാഗമായുള്ള സോഫ് പദ്ധതിക്ക് തുടക്കമായി. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കാനുമായി പോലീസ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ കൂടിയായ നടൻ പത്മശ്രീ മോഹൻലാൽ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു.